ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞിന് പോകുന്നതിന് മുമ്പായിട്ടൊന്ന് ഫീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫീഡിങ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും ടാറ്റാ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു 5 ദിവസം കഴിഞ്ഞൊരു 5 ദിവസം ഞാൻ നവംബർ 3 ഇവിടെ അഡ്മിറ്റ് ആയത്. 4 ബേബി വന്നു. ഇപ്പം ദേ 5 ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ബേബിയുടെ എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. ഇപ്പം തിരിച്ചു പോവുകയാണ്. ഈ ഒരു 5 ദിവസം ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഹോംലി ഫീലായിരുന്നു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് ആയിക്കോട്ടെ, നേഴ്സസ് ഒക്കെ. ഞാൻ എന്നിട്ട് വാവയുടെ പറയും, വാവയുടെ ഇവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വാവ കരച്ചിൽ നിൽക്കും. അപ്പം ഞാൻ പറയും, കുഞ്ഞിൻ്റെ ഫ്രണ്ട്സാണ് ഇവിടെ എല്ലാവരും. അപ്പം എനിക്ക് നൈറ്റിലാണെങ്കിലൊക്കെ രാത്രിയിൽ വാവ കരയുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും ഞാൻ വിളിക്കൊന്നും വേണ്ട, ഇവിടെ നേഴ്സ് എല്ലാവരും വന്നു കഴിഞ്ഞ് വാവ എടുത്തിട്ട് പോയി അവർ തന്നെ എല്ലാം നോക്കി കുഞ്ഞിനെ ഉറക്കിക്കൊണ്ട് എനിക്ക് തരും. ഏത് രാത്രിയിലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എനിക്ക് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ഇവിടുത്തെ എല്ലാ സ്റ്റാഫാണെങ്കിലും ഡോക്ടറാണെങ്കിലും. ഇപ്പം എനിക്ക് നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ തിയേറ്ററിന് ഇപ്പം എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് സി സെക്ഷനിലേക്ക് പോവേണ്ടി വന്നു. പക്ഷെ സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ തിയേറ്ററിന് ഇറങ്ങി വരുന്നത് ഹേ ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരാൾ അത്രയും വൈബോട് കൂടി വരുന്നത് കണ്ടപ്പോൾ. തിയേറ്ററിൻ്റെ ഉള്ളിലാണെങ്കിലും ഇപ്പം ഞാൻ സർജറിക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ല, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, എല്ലാവരും നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ ഡോക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ സൂര്യ ജയറാം. അപ്പോൾ മാം ആണെങ്കിലും ഞാൻ മുമ്പ് എന്താ പറയുക, എനിക്ക് PCOS കാര്യങ്ങളുണ്ടായപ്പോഴും ഞാൻ മാമിനായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ മാമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ആ സമയം തൊട്ടിട്ട് എനിക്കറിയാം. അപ്പം എനിക്കൊരു പിന്നെ മെഡിക്കൽ ട്രസ്റ്റും ഇതിനു മുമ്പും എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പം എൻ്റെ ആയിക്കോട്ടെ, എൻ്റെ വീട്ടിലുള്ളവരുടെ ആയിക്കോട്ടെ, ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലേക്കാണ് ഓടിയെത്തുന്നത്. അപ്പം എനിക്കൊരു ഇപ്പം ഈ ഒരു എനിക്കും ഉണ്ണിയേട്ടനും പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേറൊരു ചിന്തിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. ഞങ്ങൾ നേരെ മെഡിക്കൽ ട്രസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ആ സമയം തൊട്ടിട്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ്, ഡോക്ടേഴ്സ് തൊട്ടിട്ട് എല്ലാവരും അത്രയും നമ്മളായിട്ട് അത്രയും സപ്പോർട്ടായിട്ട് എനിക്ക് ഞാൻ 0% ആണ് എൻ്റെ പെയിൻ ടോളറൻസ്. ഞാൻ എങ്ങനെ പ്രസവിക്കുന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പറയുന്നു, ദർ ഇസ് നോ എസ്കേപ്പ് എന്ന് പറയായിരുന്നു. ഇനിയൊന്നും ചെയ്യാനില്ല, പ്രസവിക്കണം, വേറെ ഒന്നും ഇല്ല നമുക്ക് ചെയ്യാൻ. വേദന കാര്യങ്ങൾ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ എനിക്ക് പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് അത്രയും കൂളായിട്ടാണ് സർജറീൻ്റെ സമയത്താണെങ്കിൽ ഡോക്ടേഴ്സും ഇവിടുത്തെ സിസ്റ്റേഴ്സും അത്രയും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടും. പിന്നെ ഞങ്ങൾ സർജറിയുടെ സമയത്ത് ഭയങ്കര ചില്ലായിരുന്നു. എന്താ പറയുക, ഇവിടെ ഒരു കേർട്ടനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഡോക്ടറിനോട് സംസാരിക്കുന്നു, ഡോക്ടർ അവിടെ നിന്ന് എൻ്റെ അടുത്ത് കഥകൾ പറയുന്നു. പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഞാൻ അത്രയും ചില്ലായിരുന്നു, വെറുതെ മിണ്ടാതിരുന്ന് അതൊന്നുമില്ല, എനിക്ക് ബോറടിച്ചിട്ടേ ഇല്ല. ഞങ്ങളിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ബേബീനെ കിട്ടി കഴിഞ്ഞിട്ടും എനിക്ക് അത്രയും ഒരു ടയേർഡ്നെസ്സോ കാര്യങ്ങളോ ഫീൽ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ മൈൻഡ് കൊണ്ട് അത്രയും റിലാക്സ്ഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. മെയിനായിട്ടുള്ള കാര്യം, ഞാൻ ഭയങ്കര നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് അത്രയും കംഫർട്ടായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റിൽ പ്രസവിക്കുമ്പോൾ നമുക്ക് ബോഡി അങ്ങനെ വീക്കായിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നപ്പോൾ ഹേ ഗായ്സ് എന്ന് പറഞ്ഞിട്ട് ചില്ല് ചെയ്തുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കാനും തുടങ്ങി. അപ്പോൾ അതും എനിക്ക് പേടിയുണ്ടായിരുന്നു. സർജറി സ്റ്റിച്ച് ഉണ്ട്, എന്താ കാര്യം, എങ്ങനെയാ ഇരിക്കണേന്നൊന്നും നമുക്കറിയില്ല. സ്റ്റിച്ചസ് ഉണ്ട്, നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, വേദന ഉണ്ടാവുമോ. പക്ഷേ അതിലും എനിക്ക് ഇവിടുന്ന് കിട്ടിയ ആ ഒരു മോട്ടിവേഷൻ ആണ് അടുത്ത ദിവസം തന്നെ എന്നെ നടത്തിച്ചു. ഞാനിപ്പം കുഴപ്പമില്ലാതെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഷ്റൂം പോകുന്നതാണെങ്കിലൊക്കെ ഇപ്പം തന്നെ പോയി തുടങ്ങാനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയുക, എനിക്ക് ഈ മെഡിക്കൽ ട്രസ്റ്റ് ഇത് ഈ പറയുന്ന പോലെ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു റിവ്യൂ ആണ് ഞാൻ ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഇവിടെ തന്നെ. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കെയർ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും കെയറിങ് ആയിരുന്നു
ഇവിടുത്തെ എല്ലാവരും. ഈവൻ നൈറ്റിലാണെങ്കിൽ പോലും കുഞ്ഞിന് ഒരു കരച്ചിൽ കേട്ടാൽ മതി, ഞാൻ വിളിക്കുക പോലും വേണ്ട, ഓടിയെത്തും എൻ്റെ റൂമിൽ. അത്രയും സപ്പോർട്ടിങ് ആയിരുന്നു ഡോക്ടേഴ്സും എല്ലാവരും. അതെ, അതെ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഈ ഒരു കെയർ എനിക്ക് അവിടെ കിട്ടുമോ ഇല്ല. അപ്പോൾ ഡിസ്ചാർജ് ആവുമെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എന്നാൽ ഉള്ളിൽ എവിടെയോ ഇതൊക്കെ ഇനി അവിടെ കിട്ടുമോ എന്നുള്ളൊരു സങ്കടവും ഒരു മിസ്സിങ്ങും ഉണ്ട്. പക്ഷേ എനിവേ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അമ്മമ്മയൊക്കെ ഉണ്ട്, അമ്മമ്മയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, വയ്യാതിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി കുഞ്ഞിനെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ കാണിക്കണം. പിന്നെ നമ്മുടെ പപ്പീസൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ കുഞ്ഞും ഞാനും ആദ്യമായിട്ട് തിരിച്ച്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പ്രഗ്നൻ്റൽ ജേണി അവിടെ അവസാനിപ്പിച്ച് ഇനി ഞാൻ തിരിച്ചു വരുന്നത് അമ്മയായിട്ടായിരിക്കും. കയ്യിലൊരു കുഞ്ഞുമായിട്ട് ഞാൻ ഇനി വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഫീഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. ബൈ, പോയിട്ട് വരാം കേട്ടോ. ബൈ. 10 days കഴിഞ്ഞിട്ട് വരണം കുഞ്ഞിൻ്റെ. അപ്പൊ കാണാം. ശരി, താങ്ക് യു. I'm a cinematographer, man. Basically, ഇതെല്ലാം എനിക്ക് സർവ്വസാധാരണമായ വിഷയം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അമ്മയും അപ്പച്ചനും എല്ലാവരും കൊച്ചിനെ കണ്ട്. ഇപ്പൊ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, പാല് കൊടുക്കണം, വിശക്കുന്നുണ്ടാവും ആൾക്ക്. അങ്ങനെ കുഞ്ഞായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വേറൊരു ഫീല്, ഈ പറഞ്ഞ പോലെ മദർഹുഡിലേക്ക് കടന്ന് ഞാൻ വേറെ ലൈഫിലൊരു പ്രൊമോഷൻ കിട്ടിയേക്കാണ് എനിക്കിപ്പോൾ. അപ്പം ഇനി ആൾക്ക് പാല് കൊടുത്ത് ആളെ ഒന്ന് ഉറക്കണം. പിന്നെ ബാക്കി വീട്ടുകാരുടെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് വിശേഷങ്ങൾ പറയണം. കുട്ടിയാളും വേറൊരാളും കൂടെ ഉണ്ടല്ലോ, അയാളൊക്കെ ഒന്ന് കുറച്ച് സമയം ഇരുന്ന് കണ്ട് കളിപ്പിക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം എപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും കുഞ്ഞിനു വേണ്ടിയിട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കുറച്ചധികം ദൂരെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കാലിലൊക്കെ ഒത്തിരി നീര്. മെഡിക്കൽ ട്രസ്റ്റ് മദർ ലൈൻ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന് മേലുണ്ട്. അപ്പം അത്രയും ദൂരെ ഇരുന്നതുകൊണ്ട് കാലൊക്കെ ഞാനും ഒത്തിരി ടയേർഡാണ്. അതെനിക്ക് ഇപ്പം വാവനെ പാൽ കൊടുത്തിട്ട് ഉറക്കിയിട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ച് ഫ്രഷായി ഞാൻ കിടന്നിറങ്ങും. അപ്പം ബൈ.